സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് ഏറ്റവും മഹത്വമുണ്ടാവട്ടെ. വീണ്ടും ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. മരണം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ദിനചര്യകളിൽ അങ്ങനെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല. മരണം എന്ന വാക്ക് നമ്മൾ പറയുവാൻ വളരെ വിഷമിക്കുന്ന ആൾക്കാരാണ്. കാരണം മരണത്തിനൊരു വേദനയുണ്ട്, മരണത്തിനൊരു ഭയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാക്കുകൾ അങ്ങനെ നമ്മുടെ ദിനചര്യകളിൽ ഉപയോഗിക്കാറില്ല. പഴമക്കാരൊക്കെ പണ്ട് പറഞ്ഞു കേൾക്കാറുണ്ട്, ആ വാക്ക് പറയാൻ പാടില്ല എന്നാണ്. കാരണം പറഞ്ഞാൽ അത് ഒരുപക്ഷെ വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പോലും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ ഒരർത്ഥത്തിൽ നിശബ്ദമാക്കുന്ന, നിശ്ചലനാക്കി തീർക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമൊക്കെ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ നമുക്കറിയാം. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കലും അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നത് നമ്മൾ അങ്ങനെ വിശകലനം ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപക്ഷെ കാർ ആക്സിഡൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാറില്ല. അദ്ദേഹം മരിച്ചു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുമെങ്കിലും അദ്ദേഹം മരിച്ച വിധത്തെ നമ്മൾ അങ്ങനെ വിസ്താരമായി പഠിക്കുകയോ അല്ലെങ്കിൽ അത് ചിന്തിക്കുകയോ നമ്മൾ പൊതുവേ ചെയ്യാറില്ല. എന്നാൽ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മരണം, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം ഇന്നും മനുഷ്യർ പഠിക്കുന്നു, ഇന്നും മനുഷ്യർ അതിന് വിശകലനം ചെയ്യുന്നു, ഇന്നും മനുഷ്യർ അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഒരു മരണവും അങ്ങനെ സ്വാധീനിക്കാറില്ല, ഒരു മരണവും അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താറില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യൻ്റെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നു, മനുഷ്യൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സാക്ഷ്യമായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ചില വശങ്ങൾ ഞാൻ നിങ്ങളോട് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അവിടുന്ന് ചില സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നാം ഇവിടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലരും
നാസ്തികരായിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, മറ്റു മതവിഭാഗരായിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സുബോധത്തോടു കൂടിയല്ല മരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സുവിശേഷങ്ങളിൽ വിശദീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പഠിച്ചാൽ ഒരു മനുഷ്യനും ആ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോവില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിലെത്തി അദ്ദേഹം മരിച്ചു കാണും. ഈ മരിച്ച ഒരു വ്യക്തിനെ തന്നെയാണ് ക്രൂശിച്ചത്. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ സാധ്യതയൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ വേദഭാഗം വായിച്ചാൽ അവിടെ യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയാണ്. എന്താ പറയുന്നത് അറിയാമോ? തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എന്നാണ്. എന്ന് വെച്ചാൽ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ വാക്ക് അല്ലെങ്കിൽ തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം ഞാൻ പറയണം എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ സുബോധം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആദ്യമേ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണം ബോധമില്ലാതെ അല്ലെങ്കിൽ ഓൾറെഡി മരിച്ച ക്രിസ്തുവിനെ തന്നെയാണ് ക്രൂശിച്ചത് എന്ന് ചിന്തിക്കുന്നത് ശുദ്ധ അബദ്ധമാണ്. കാരണം ഇവിടെ പറയാണ് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ വാക്കും പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിന് സുബോധമുണ്ടായിരുന്നു. പിന്നീട് ആ പീഡാനുഭവങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യന് സഹിക്കാൻ സാധിക്കാത്തതാണ്. ശരിയാണ്, മനുഷ്യന് സഹിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് കർത്താവ് സഹിച്ചത്. എന്നാൽ അവിടെ ഒന്നും യേശുക്രിസ്തുവിന് ബോധം നഷ്ടപ്പെട്ടതായിട്ടോ ഓൾറെഡി മരിച്ചതായിട്ടോ ഇനി യേശുക്രിസ്തുവിന് പകരം വേറെ ഒരാളെ ക്രൂശിച്ചോ എന്നൊക്കെ പറയുന്ന പ്രസ്താവനകളും ആ വിശ്വാസങ്ങളൊക്കെ അബദ്ധങ്ങളാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം കണ്ട യോഹന്നാൻ തന്നെ എന്താ രേഖപ്പെടുത്തിയത്? ഈ പറയുന്ന വാക്കുകൾ തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു വളരെ സുബോധത്തോടു കൂടെ തന്നെയാണ് കഷ്ടങ്ങൾ സഹിച്ചത്. യേശു ക്രിസ്തു വളരെ സുബോധത്തോടു കൂടി തന്നെയാണ് വേദനകൾ സഹിച്ചത്. യേശു ക്രിസ്തു സുബോധത്തോടു കൂടി തന്നെയാണ് ക്രൂശിൽ കടന്നത്. യേശു ക്രിസ്തു സുബോധത്തോടു കൂടി തന്നെയാണ് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനോട് ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലായിരിക്കും എന്ന് പറഞ്ഞത്. ഇനി നമ്മളിപ്പോൾ വായിച്ച ഈ പ്രസ്താവനയും യേശു ക്രിസ്തു സുബോധത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രൂശീകരണ സമയത്ത് ഏകദേശം 7-ലധികം പ്രസ്താവനകൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പ്രസ്താവനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. എന്താ നമ്മൾ വായിച്ചു കേട്ടത്? തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് യേശു ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കേവലം വെറും ഒരു ദാഹമാണോ? വെറുതെ ഒരു വെള്ളം കുടിക്കാനുള്ള ഒരു ആഗ്രഹമാണ് യേശു ക്രിസ്തു പറഞ്ഞത്? അല്ല, ഇതിനപ്പുറത്തേക്ക് ഒരു ആത്മീക അർത്ഥമുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കൂ, യേശു ക്രിസ്തുവിനെ തലേരാത്രി പിടിക്കുന്നു. പടയാളികൾ അവനെ മാറി മാറി വിസ്താരത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു. പീലാത്തോസിൻ്റെ അടുക്കിലേക്ക്, കയ്യഫാവിൻ്റെ അടുക്കിലേക്ക് അങ്ങനെ മാറിപ്പോകുന്നു. അതിനുശേഷം യേശു ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിക്കുന്നു. ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും പോകുന്നു. മാത്രമല്ല മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി യേശുക്രിസ്തുവിൻ്റെ തലയുമേൽ അടുപ്പിക്കുന്നു. അവിടെ നിന്നും രക്തം ധാരധാരയായി പോകുന്നു. അങ്ങനെ വെള്ളവും രക്തവും അടികളേറ്റ് പിന്നെ യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഉച്ച സമയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാഹിക്കുന്നു എന്ന് പറയാനുള്ള സാധ്യത ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ ആ വശങ്ങളൊക്കെ പരിശോധിക്കാൻ നമുക്കറിയാൻ സാധിക്കുന്നത് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ദാഹമായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ആഗ്രഹം കൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ യേശു ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറഞ്ഞതിന് എനിക്ക് വെള്ളം കുടിക്കണം എന്ന് മാത്രമല്ല, അതിനൊരു ആത്മീക അർത്ഥമുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ വായിച്ചാൽ അവിടെ കൂടെ പറയുന്നൊരു പ്രസ്താവന ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറയുമ്പോൾ, ഞാൻ ദാഹജലം തരാമെന്ന് പറയുമ്പോൾ അത് കേവലം ഒരു കുടിവെള്ളമല്ല, അതൊരു ആത്മീക അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ആത്മീക പാനീയം അല്ലെങ്കിൽ ഒരു ആത്മീക ജലം തന്നെയാണ്, ജീവജലം തന്നെയാണ് എന്ന് നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സംഭവം അല്ലെങ്കിൽ യേശു ക്രിസ്തു ദാഹിക്കുന്നു എന്ന് പറയുന്ന സംഭവം പഠിക്കണമെങ്കിൽ അതിന് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു സംഭവ കഥയിൽ നിന്ന് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ച് കൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ,
നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ കഥയിൽ നിന്ന് ചില സത്യങ്ങൾ ഞാൻ പറഞ്ഞ് ഈ യേശുക്രിസ്തു പറഞ്ഞ ഈ പ്രസ്താവനയുമായിട്ട് ഞാൻ ഒരുമിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ധനവാന്റെ ലാസറിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പാഠം മനുഷ്യരെല്ലാവരും മരിക്കും എന്നതാണ്. എന്ന് വെച്ചാൽ ധനവാനും മരിക്കും, ലാസർ എന്ന് പറയുന്ന ദരിദ്രനും മരിക്കുന്നതാണ്. നോക്കൂ, ധനവാൻ എന്ന് പറയുന്നത് വളരെ ഉച്ചസ്ഥാനിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ, ദരിദ്രനായിരിക്കുന്ന ലാസർ എന്ന് പറയുന്നത് അങ്ങേയറ്റം കീഴെ നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ രണ്ടുപേർക്ക് എന്ത് സംഭവിച്ചു? ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ മരണത്തിൻ്റെ മുമ്പിൽ ധനവാനെന്നില്ല, ദരിദ്രനെന്നില്ല, പാവപ്പെട്ടവെന്നില്ല, പണക്കാരനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസമെന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ മരണം സംഭവിക്കും. അത് ധനവാനായാലും മരിക്കും, ദരിദ്രനായ ലാസറാണെങ്കിലും മരിക്കും എന്നുള്ളത് ആ സംഭവ കഥ നമ്മളോട് പറയുന്ന ഒരു വിലപ്പെട്ട സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മരണം ഒരു യാഥാർത്ഥ്യമാണ്, മരണം സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവകഥയിൽ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, സൽപ്രവൃത്തികൾ ഒരിക്കലും നമ്മെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സംഭവകഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ധനവാനെ ഒരു നല്ല മനുഷ്യനായിട്ട് പൊതുവെ ചിത്രീകരിക്കാറുണ്ട്. എനിക്കതിനോട് യോജിപ്പ് കുറവാണ്. കാരണം എല്ലാവരും പറയുന്നത്, ഈ ധനവാൻ ലാസറിനെ ഉമ്മറപ്പടിമേൽ ഇരുത്തിയല്ലോ, എന്ത് നല്ല മനുഷ്യനാണ്, എന്ത് നല്ല വിശാല ഹൃദയമുള്ള മനുഷ്യനാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്നത്, നായ്ക്കൾ വന്ന് നക്കുന്ന ലാസർ, ഇദ്ദേഹത്തിന് ധനം കൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു വീട് പണിയാമായിരുന്നു, ആ വീടിനകത്ത് ഇദ്ദേഹത്തെ കൊണ്ട് പാർപ്പിക്കാമായിരുന്നു, അങ്ങനെ നായ്ക്കൾ അവനെ ഉപദ്രവിക്കാതിരിക്കാൻ തക്കവണ്ണം പല കാര്യങ്ങളും അവന് ചെയ്യാമായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്തില്ല. അപ്പോൾ ഒരു വശത്ത് അവൻ നല്ലതാണ് ചെയ്തതെന്ന് തോന്നിയാലും മറുവശത്ത് അതിൻ്റെ പുറകിൽ ഒരു സ്വാർത്ഥതയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഞാൻ പറയുന്നത്, ഇനി അദ്ദേഹം നല്ലവനാണെന്ന് തന്നെ വിചാരിക്കുക, പക്ഷേ നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല. അത് ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ നമ്മൾ പഠിക്കുന്ന പാഠമാണ്. ധനവാൻ നല്ല പ്രവൃത്തി ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ലാസറിന് കൊടുത്തു, ശരിയാണ്, തൻ്റെ ഭക്ഷണം തന്നെയാണ് കൊടുത്തത്. പക്ഷേ തൻ്റെ മരണത്തിന് ശേഷം നമ്മൾ കാണുന്നത്, അദ്ദേഹം ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ബൈബിൾ പറയുന്നത്, സൽപ്രവൃത്തികൾ ഒരിക്കലും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സൽപ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ആ സൽപ്രവൃത്തികൾ ഒരിക്കലും സാധ്യമാകുകയില്ല എന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ മധുര പലഹാരം നമ്മുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ മനുഷ്യരത് മേടിക്കില്ല. കാരണം എന്താണ്? ആ ലഡ്ഡുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല, ഈ ലഡ്ഡു തരുന്ന മനുഷ്യനാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ കൈ വൃത്തിയില്ല, അതിൻ്റെ കൈ മുഴുവൻ വ്രണമാണ്, അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ദൈവം മനുഷ്യലേക്ക് നോക്കുമ്പോൾ മനുഷ്യൻ വ്രണം നിറഞ്ഞ, പാപം എന്ന കുഷ്ഠം നിറഞ്ഞ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ സൽപ്രവൃത്തികൾ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ധനവാന്റെ ലാസറിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, മരണാന്തര ജീവിതമുണ്ട് എന്നുള്ളത് ധനവാനും ലാസറും നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മരണത്തിന് ശേഷം ആളുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ധനവാൻ നരകത്തിൽ കടന്ന് മേലോട്ട് നോക്കുമ്പോൾ ലാസറും തിരിച്ചറിയുന്നു, ലാസർ ധനവാനെ തിരിച്ചറിയുന്നു, ധനവാൻ അബ്രഹാമിനെ തിരിച്ചറിയുന്നു. അപ്പോൾ അതെന്താ പറയുന്നത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അത് ബൈബിൾ എന്നും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലാസറിൻ്റെയും ധനവാന്റെ ജീവിതത്തിലും നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ്. നാലാമത് ഞാൻ ആ കഥയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മരണത്തിന് ശേഷമുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നത് അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ തീരുമാനിച്ചത്, എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നത്. എന്തുകൊണ്ടാണ് ധനവാൻ നരകത്തിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ, ധനവാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
താൻ പറയുന്നില്ല, അയ്യോ ദൈവമേ, ഞാൻ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് നരകത്തിൽ വന്നത് എന്ന് ഒരിക്കലും ധനവാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ധനവാൻ അറിയാം, ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ യേശു ക്രിസ്തുവിൽ അറിഞ്ഞില്ല, സത്യദൈവത്തെ ഞാൻ വിശ്വസിച്ചില്ല എന്നുള്ളത് ധനവാൻ അറിയാം. അതുകൊണ്ട് ധനവാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അയ്യോ ലാസർ എങ്ങനെ സ്വർഗത്തിലെത്തും, ഞാൻ എങ്ങനെയാണ് ഈ നരകത്തിൽ എന്നൊന്നും ധനവാൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം ധനവാൻ അറിയാം, എൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ധനവാൻ പറഞ്ഞത്, ഭൂമിയിൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും എന്നെ പോലെയാണ് ജീവിക്കുന്നത്, അവരങ്ങനെ തന്നെ ജീവിച്ചാൽ, അവരങ്ങനെ തന്നെ മരിച്ചാൽ, അവരും ഈ ഞാൻ കിടക്കുന്ന നരകത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് അബ്രഹാം പിതാവെ അല്ലെങ്കിൽ ലാസർ അയക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ധനവാൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ നരകം തിരഞ്ഞെടുത്തത്, അഥവാ സ്വർഗത്തിലേക്ക് തനിക്ക് വരാൻ സാധിക്കാതെ വന്നത്. ലാസർ താൻ ദൈവത്തിൽ വിശ്വസിച്ചു. താൻ ദരിദ്രനായിരുന്നു, ശരിയാണ്. തനിക്ക് മറ്റാരെയും സഹായിക്കാൻ സാധിച്ചില്ലായിരുന്നു, ശരിയാണ്. പക്ഷെ ദൈവം, നീ എത്ര സൽപ്രവൃത്തികൾ ചെയ്തു എന്നല്ല ചോദിക്കുന്നത്, നീ എത്ര പേർക്ക് അന്നദാനം കൊടുത്തു എന്നല്ല ചോദിക്കുന്നത്, നീ എത്ര പ്രാവശ്യം മല കയറി എന്നല്ല ചോദിക്കുന്നത്, നീ എത്ര മെഴുതിരി കത്തിച്ചു എന്നല്ല ചോദിക്കുന്നത്, നീ സത്യദൈവത്തെ അറിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. നീ സത്യദൈവത്തെ അറിഞ്ഞാൽ നിനക്ക് തീർച്ചയായും ദൈവം സ്വർഗം തരും. അത് ലാസർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാതെ നിങ്ങൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങളെ ഒരിക്കലും അത് സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല എന്നുള്ളത് ധനവാൻ തൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും. ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഞാൻ നരകത്തിലേക്ക് വന്നത്. 5ാമത് ഞാൻ അവിടുന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നരകത്തിൽ ഒരു ദാഹമുണ്ട് എന്നുള്ളതാണ്. എന്നെ വളരെ വിഷമിപ്പിച്ച ഒരു കാര്യം, ഈ ധനവാൻ നരകത്തിൽ കടന്നിട്ട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, അബ്രഹാം പിതാവേ, ലാസറിൻ്റെ വിരലിൻ്റെ ഒരറ്റം മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനൊന്ന് ഒരു തുള്ളി വെള്ളം തരണമേന്നാണ്. എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു തുള്ളി വെള്ളം കൊണ്ട് എന്ത് ദാഹം മാറും? ദാഹം മാറുകയില്ല എന്നറിയാം. പക്ഷെ അവൻ്റെ നാവ് അത്രയും വേദന സഹിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുന്നത് ഒരു തുള്ളി വെള്ളം എൻ്റെ നാവിന്മേൽ വീഴട്ടെ, അത് ഈ ലാസറിൻ്റെ കൈ കൊണ്ട് തന്നെ സംഭവിക്കട്ടെ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നരകത്തിന് ഒരു വലിയൊരു ദാഹമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈ നരകത്തിൽ കിടക്കുന്ന ഈ ധനവാനും പറയുന്നത്, ഇവിടെ ദാഹമുണ്ട്, എൻ്റെ നാവിനെ തണുപ്പിക്കണം, അതിനുവേണ്ടി ലാസർ അയക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്താണ് ദാഹം സഹിച്ചത്? എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ദാഹം ഏറ്റതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിത്യ നരകത്തിലേക്ക് പോകേണ്ട എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ, അവിടെ ചെന്ന് ഞാനും നിങ്ങളും ആ ദാഹത്തിന് വേണ്ടി കേണപേക്ഷിക്കേണ്ട എന്നെയും നിങ്ങളെയും അത് നീക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ആ വേദന, ആ ദാഹം താൻ മുഴുവനായും സഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൻ്റെ ചരിത്രത്തിന് സത്യം പറയാനുണ്ട്. എന്താണെന്നറിയുമോ? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, വെള്ളങ്ങളെ തമ്മിൽ വേർതിരിച്ചു, ആകാശത്തിന് മീതെയും വെള്ളം വെച്ചു, ഭൂമിക്കടിയിലും വെള്ളത്തെ വെച്ചു. പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, ഭൂമിയെ സംബന്ധിച്ച് 2 വെള്ളമാണ്. വെള്ളത്തെ സൃഷ്ടിച്ച ദൈവം പുത്രനായ ക്രിസ്തു ക്രൂശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണ്? ചരിത്രം കഴിഞ്ഞില്ല. ചരിത്രം കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, നോഹയുടെ കാലത്ത് പ്രളയം സംഭവിക്കുന്നു. 40 ദിവസം മഴയും വെള്ളം അങ്ങനെ പെയ്യുകയാണ്. ആകാശത്തിലെ കിളിവാതിലെ തുറന്ന് മഴ പെയ്തു എന്നാണ് പറയുന്നത്. അത്രയും വെള്ളം അയച്ച ദൈവത്തിന് പുത്രനായ ക്രിസ്തു ക്രൂശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇറ്റ് വെള്ളം കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണ്? ചരിത്രം കഴിഞ്ഞില്ല. അബ്രഹാമിൻ്റെ കാലഘട്ടത്ത് ഹാഗർ അങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. ഹാഗറും തൻ്റെ മോനും കൂടെ അങ്ങനെ പോകുന്നു. തൻ്റെ കയ്യിലെ വെള്ളമെല്ലാം തീർന്നു. ആ മോൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഹാഗർ അങ്ങനെ ഒരു ദൂരം പോകുന്നു. അവൾ അവിടെ നിന്ന് കരയുന്നു. ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. അവൾക്ക് അവിടെ നിന്ന് തന്നെ ഒരു വെള്ളം കൊണ്ടുകൊടുക്കുന്നു. അവളും അവൻ്റെ മകനും ജീവിക്കുന്നു. അങ്ങനെ മരുഭൂമിയിൽ വെള്ളം കൊടുത്ത ദൈവത്തിന് തൻ്റെ പുത്രനായ ക്രിസ്തു ക്രൂശിൽ കടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട് അവരങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മാറ എന്നൊരു സ്ഥലത്തെത്തി. അവർക്ക് അവിടെ കുടിപ്പാൻ വെള്ളം, അത് ശരിയായ വെള്ളമല്ലായിരുന്നു എന്ന് പറഞ്ഞു. ദൈവം ആ മാറയിലെ വെള്ളത്തെ മധുരമാക്കി അവർക്ക് അവരുടെ ദാഹത്തെ തീർത്ത ഒരു കഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും നമ്മൾ കാണുന്നത് ആ മാറയിലെ കയ്പ് വെള്ളത്തെ മധുരമാക്കി ദാഹം തീർത്ത, അത്രയും ലക്ഷജനത്തിന് ദാഹം തീർത്ത കർത്താവിന് തൻ്റെ ക്രൂശിൽ കിടക്കുന്ന തൻ്റെ പുത്രന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പുറകിലുള്ള സത്യം? ചരിത്രം കഴിഞ്ഞില്ല. പിന്നീട് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, അനേകർ ദാഹിക്കുന്നു, അനേകർക്ക് വെള്ളം കർത്താവ് കൊടുക്കുന്നു. സങ്കീർത്തനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറയും, അവൻ എന്താ പറയുക, കരിങ്കല്ലിൽ നിന്ന് അല്ലെങ്കിൽ വെട്ടുകല്ലിൽ നിന്ന് വെള്ളം നീരൊഴുവ് പോലെ കൊടുക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ
ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തു താൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ പുറകിലുള്ള രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സത്യം എന്ന് പറയുന്നത്, ഈ നരകത്തിൽ കടന്ന് ഞാനും നിങ്ങളും മരണത്തിന് ശേഷം നരകത്തിൽ കടന്ന് ദാഹം അനുഭവിക്കേണ്ട എന്നെയും നിങ്ങളെയും ആ ദാഹം നീക്കുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ ആ ദാഹം അനുഭവിച്ചു. ഞാൻ നിങ്ങളും മരണത്തിൻ്റെ ഫലമായി, അതിൻ്റെ ശിക്ഷയുടെ ഫലമായി നരകത്തിൽ പോയി ആ ധനവാൻ കരഞ്ഞതുപോലെ, അയ്യോ എനിക്കിവിടെ ദാഹമുണ്ട്, എൻ്റെ ഈ ദാഹത്തെ നീക്കണമേ എന്ന് നിലവിളിക്കേണ്ട എന്നെ നിങ്ങളെയും അത് നീക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ആ ദാഹം അനുഭവിച്ചു. അതുകൊണ്ടാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ദാഹിക്കുന്നവരൊക്കെയും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവർക്ക് ജീവജലത്തിൻ്റെ നദികൾ കൊടുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ നരകത്തിൽ കടന്ന് ദാഹിക്കേണ്ടവരാണോ? അങ്ങനെയാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരിക. അവനാണ് ജീവൻ്റെ ജലം. നിങ്ങൾ നരകത്തിൽ കടന്ന് ദാഹം അനുഭവിക്കേണ്ട ആൾക്കാരല്ല. കാരണം അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അതെല്ലാം ഏറ്റെടുത്ത് സഹിച്ചു, മരിച്ചു. ആ മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അത് തീർച്ചയായും നിങ്ങൾ രക്ഷിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നരകത്തിൽ കടന്ന് ആ ധനവാനെ പോലെ കരഞ്ഞ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കേണ്ട എൻ്റെയും നിങ്ങളുടെയും ആ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയെ നീക്കം ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. താൻ പാപമില്ലാത്തവനായി ജീവിച്ചു. തൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ആർക്കും കാണിച്ചു കൊടുക്കാൻ തന്നെ തക്കവണ്ണം കഴിയാതെ വണ്ണം അവനിൽ പാപമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടും യേശു ക്രിസ്തു കാൽക്രൂശിൽ ദാഹം അനുഭവിച്ച് മരിച്ചു. എന്നിട്ട് താഴെ പറയാണ്, സകലവും നിവൃത്തിയായി എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള സകലവും യേശു ക്രിസ്തു കാൽവരി നിവൃത്തിയാക്കി. ഇനി ആ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിമരണത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് നിത്യമായിരിക്കുന്ന സ്വർഗം, ലാസർ അനുഭവിക്കുന്നതായ നിത്യ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ ആ ധനവാൻ കരയുന്നത് പോലെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങേയറ്റം നരകത്തിൽ, അഗ്നി നരകത്തിൽ നിങ്ങൾ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളണമെന്നാണ് പറയുന്നത്. എൻ്റെ ദാഹത്തെ, ഞാൻ എരി നരകത്തിൽ കിടന്ന് ദാഹിക്കേണ്ട എൻ്റെ അവസ്ഥയെ മാറ്റുവാൻ യേശു ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി ദാഹം അനുഭവിച്ച് എൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെ തീർത്ത ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് ആ യേശു ക്രിസ്തു നൽകുന്ന ജീവജലം പാനം ചെയ്ത് നിത്യ സ്വർഗത്തിലേക്ക് അവകാശിയായി തീരുവാൻ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവാണ് ജീവൻ്റെ ജലം. അവനാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ദാഹത്തെ തീർക്കുന്നവൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. വെളിപ്പാട് പുസ്തകത്തിനും പറയുന്നത്, ദാഹിക്കുന്നവൻ ഇനിയും വന്ന് കുടിക്കട്ടെ എന്നാണ്. നിങ്ങൾ ആത്മാവിൻ്റെ ദാഹമുള്ളവരല്ലേ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവരല്ലേ? യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരിക. അവൻ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അവൻ നിങ്ങളെ മാറോട് ചേർക്കും. നിങ്ങൾക്ക് നിത്യ സ്വർഗം ദൈവം ദാനമായി തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് ഏറ്റവും ഏറ്റവും മഹത്വം ഉണ്ടാവട്ടെ. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഈ വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. കർത്താവായ യേശുക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. നാം ദൈവവചന സന്ദേശത്തിലൂടെ കേട്ടു, ധനവാനായിരിക്കുന്ന മനുഷ്യൻ നിത്യമായ നരകത്തിൽ കിടന്ന് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്നത് നാം കാണുകയുണ്ടായി. ധനവാനെ പോലെ നാമും നിത്യമായ നരകത്തിൽ ആ യാതന സ്ഥലത്ത് കിടന്ന് ദാഹം കൊണ്ട് വലയേണ്ടവരായിരുന്നു. എന്നാൽ നമ്മുടെ ദാഹം അകറ്റുവാനായി
നമ്മെ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ 3 ആണികളാൽ തൂക്കപ്പെട്ടു. ചാട്ടുവാറ കൊണ്ട് അടികളേറ്റ് ദേഹം ആസകലം മുറിവുകളാൽ കിടന്നു. ആ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാഹത്തെ മാറ്റുവാനായി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ ദാഹമറ്റവനായി കിടന്നു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. നിത്യമായ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു നാം ചെയ്ത പാപത്തിന് പരിഹാരമായി നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവറിയിലെ ക്രൂശിലെ യാഗമായി തീർന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. നമ്മുടെ ദാഹം മാറുവാൻ ഇടയായിട്ട് തീരും. നിത്യജീവൻ്റെ അവകാശികളായിട്ട് തീരുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് അവിടുത്തെ അവകാശികളായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാൽവറിയിലെ ക്രൂശിൽ അവിടെ ഞങ്ങളുടെ സ്നേഹത്തെ ഞങ്ങൾ കാണുകയുണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി അടികളേറ്റു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ 3 ആണികൾ തൂക്കപ്പെട്ടു. ദേഹമാസകലം ചാട്ടുവാറ കൊണ്ട് അടിക്കപ്പെട്ടു. കർത്താവെ, നിത്യമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥൻ രക്ഷിതാവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളേവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമാ